നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. നമ്മളിൽ പലർക്കും ഒരേ പരാതി തന്നെയാണ്: പണം വരുന്നു, പക്ഷേ കയ്യിൽ നിൽക്കുന്നില്ല. വരുമാനം നല്ലതായിട്ടും മാസാവസാനത്തിൽ കയ്യിൽ ഒന്നും ബാക്കി ഇല്ലാത്ത അവസ്ഥ. ഇത് നമ്മൾ സാധാരണയായി സാമ്പത്തിക നിയന്ത്രണത്തിന്റെ കുറവായി കാണാറുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ താമസിക്കുന്ന വീട്ടിന്റെ ക്രമീകരണവും ഇതിൽ പങ്കുവഹിക്കുന്നുണ്ടോ എന്ന്? ചിലർ വിശ്വസിക്കുന്നത് വീട്ടിലെ ദിശകളും വസ്തുക്കളുടെ സ്ഥാനം പോലും നമ്മുടെ സാമ്പത്തിക നിലയെ സ്വാധീനിക്കുമെന്നാണ്. ഇതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇന്ന് നമുക്ക് നോക്കാം, വീട്ടിലെ ചെറിയ മാറ്റങ്ങൾ എങ്ങനെ പണം നിലനിർത്താൻ സഹായിക്കാം. ധാരാളം പണം വീട്ടിൽ വന്നാലും ഇത് കയ്യിൽ നിൽക്കുന്നില്ലെന്ന നഷ്ടപ്പെടുന്നു എന്ന പരാതിയുള്ളവർ ധാരാളമുണ്ട്. നമ്മിൽ പലർക്കും ഒരേ അനുഭവമാണ്. വീട്ടിലെ ചെറിയ മാറ്റങ്ങൾ പോലും പണം നിലനിർത്തുന്നതിൽ സഹായിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ വീടിന്റെ ഓരോ ഭാഗവും എങ്ങനെ ക്രമീകരിക്കണം എന്നത് ശ്രദ്ധിക്കുന്നത് ചിലപ്പോൾ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാം. ഇത് പലതും നാം വീട് നിർമ്മിക്കുമ്പോഴും മറ്റും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും വാസ്തുദോഷങ്ങളാണ് ഇത്തരത്തിലെ പല പ്രശ്നങ്ങൾക്കും വീട്ടിലെ നെഗറ്റീവ് ഊർജത്തിനുമെല്ലാം ഇടയാക്കുന്നത്. അലമാര പണം സൂക്ഷിക്കുന്ന സ്ഥലം. വീട്ടിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലം വളരെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കേണ്ടതാണ്. പലരും സൗകര്യത്തിന് അനുസരിച്ച് അലമാര വയ്ക്കുമ്പോൾ വാസ്തു അനുസരിച്ച് അത് ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നു. പണം സൂക്ഷിക്കുന്ന അലമാര വടക്കിഴക്ക് ഭാഗത്തായി വയ്ക്കുകയും അതിന്റെ വാതിൽ വടക്ക് ദിശയിലേക്ക് തുറക്കുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇതിലൂടെ സമ്പത്തിന്റെ ഒഴുക്ക് നിലനിർത്താമെന്നാണ് വിശ്വാസം. അതുപോലെ അലമാര എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അനാവശ്യമായ വസ്തുക്കൾ നിറച്ചാൽ അത് അവ്യവസ്ഥ സൃഷ്ടിക്കുകയും അത് മനസ്സിലും ഒരു അസംഘടിതാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. പണം കുറവായാലും അലമാരയിൽ ചെറിയൊരു തുക സ്ഥിരമായി വയ്ക്കുന്നത് സാമ്പത്തിക സ്ഥിരതയുടെ ഒരു സൂചനയായി കരുതപ്പെടുന്നു. കന്നിമൂല, സമ്പത്തിന്റെ കോർണർ. വീട്ടിലെ വടക്കിഴക്ക് ഭാഗമായ കന്നിമൂല സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഈ ഭാഗം കുബേരമൂല എന്നും അറിയപ്പെടുന്നു, കാരണം കുബേര സമ്പത്തിന്റെ ദേവനായി വിശ്വസിക്കപ്പെടുന്നു. ഈ ഭാഗത്ത് പണം, സ്വർണം, വിലപ്പെട്ട വസ്തുക്കൾ എന്നിവ സൂക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് വാസ്തു നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഭാഗം എപ്പോഴും ശുചിയായും പ്രകാശമുള്ളതുമായിരിക്കണം. പഴയതും തകരാറായതുമായ വസ്തുക്കൾ ഇവിടെ കെട്ടിവെക്കുന്നത് ഒഴിവാക്കണം. അഴുക്കും അവ്യവസ്ഥയും ഈ ഭാഗത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്ന് കരുതപ്പെടുന്നു. സെപ്റ്റിക് ടാങ്കുകൾ ഈ ഭാഗത്തു പണിയുന്നത് വലിയ ദുരന്തങ്ങളെ വിളിച്ചുവരുത്തുന്നു. ലളിതമായി പറഞ്ഞാൽ, ഈ ഭാഗം ശാന്തവും വൃത്തിയുള്ളതുമായിരിക്കുമ്പോൾ അത് മനസ്സിനും ധനകാര്യ തീരുമാനങ്ങൾക്കും നല്ല സ്വാധീനം നൽകും. വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: വീടിന്റെ നിർമ്മാണഘട്ടത്തിലാണ് പല പ്രധാന തീരുമാനങ്ങളും എടുത്തു തീർക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ ഘട്ടത്തിൽ വാസ്തുവിന്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് കന്നിമൂല ഭാഗം ഒഴിവാക്കി തുറന്നിടം വിടുന്നത് വലിയ പിഴവായി കണക്കാക്കപ്പെടുന്നു. ചിലർ ഈ ഭാഗത്ത് ടെറസ്, സിറ്റൗട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലം ഒരുക്കാറുണ്ട്. എന്നാൽ ഇത് വാസ്തുപ്രകാരം അനുകൂലമല്ല. ഈ ഭാഗം ഉറപ്പുള്ള ഒരു മുറിയായി രൂപകൽപ്പന ചെയ്യുന്നതാണ് നല്ലത്. ഇത് വീട്ടിന്റെ ഘടനയിൽ സമതുലിതാവസ്ഥ നൽകുകയും താമസിക്കുന്നവർക്കുള്ള സൗകര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വീടിന്റെ ഘടനയിൽ അസമതുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അത് ദൈനംദിന ജീവിതത്തിലും പ്രതിഫലിക്കുകയും അത് സാമ്പത്തിക തീരുമാനങ്ങളെയും ബാധിക്കാനിടയുണ്ടാകുന്നു. പ്രധാന വാതിൽ, മുഖ്യ പ്രവേശനം. ഒരു വീട്ടിലെ പ്രധാന വാതിൽ വെറും കയറുന്നതിനുള്ള വഴിയല്ല, വീട്ടിലേക്കുള്ള ഊർജത്തിന്റെ പ്രവേശന കേന്ദ്രമാണ് എന്നാണ് കരുതുന്നത്. ഈ ഭാഗം അശുചിയായിരിക്കുകയോ തകർന്നിരിക്കുകയോ ചെയ്താൽ അത് വീട്ടിലെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ പ്രതികൂലമായി ബാധിക്കും. വാതിൽ ചീരുന്ന ശബ്ദം ഉണ്ടാകുന്നതോ പ്രകാശം കുറവായിരിക്കുന്നതോ പോലുള്ള കാര്യങ്ങൾ അവഗണിക്കരുത്.
വൃത്തിയായി, സുതാര്യമായി, നല്ല വെളിച്ചത്തോടുകൂടി ഈ ഭാഗം നിലനിർത്തുന്നത് നല്ല പ്രവാഹം ഉണ്ടാക്കാൻ സഹായിക്കും എന്നാണ് വിശ്വാസം. വടക്ക് ദിശ സമ്പത്തിന്റെ പ്രവാഹം. വടക്ക് ഭാഗം ധനസംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായി പലരും കരുതുന്നു. ഈ ഭാഗം അടഞ്ഞതോ അനാവശ്യ വസ്തുക്കൾ നിറഞ്ഞതോ ആയിരിക്കുകയാണെങ്കിൽ സമ്പത്തിന്റെ പ്രവാഹം മന്ദഗതിയിലാകുമെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഈ ഭാഗം തുറന്നതും വൃത്തിയുള്ളതുമായ രീതിയിൽ സൂക്ഷിക്കുക നല്ലതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളോ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഈ ഭാഗത്ത് ക്രമമായി സൂക്ഷിക്കുന്നത് ഗുണകരമാണെന്ന് വിശ്വസിക്കുന്നു. തെക്കിഴക്ക് കോണം, അഗ്നിയുടെ സ്ഥലം. ഈ ഭാഗം അഗ്നിയുമായി ബന്ധപ്പെട്ട സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. അടുക്കള സാധാരണയായി ഈ ഭാഗത്തായിരിക്കുകയാണ് ഏറ്റവും അനുയോജ്യമെന്ന് കരുതുന്നു. ഇവിടെ അശുചിത്വമോ തകരാറിലായ ഉപകരണങ്ങളോ ഉണ്ടെങ്കിൽ അത് അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ കാരണമാകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. അതിനാൽ അടുക്കള ശുചിയായി സൂക്ഷിക്കുകയും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ശരിയായ നിലയിൽ നിലനിർത്തുകയും ചെയ്യുന്നത് പ്രധാനമാണ്. വാസ്തുശാസ്ത്രത്തിൽ അടുക്കളയെ അഗ്നിയുടെ സ്ഥലം എന്ന് കണക്കാക്കുന്നതിനാൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അഗ്നി ശക്തിയുടെയും സമ്പത്തിന്റെയും പ്രതീകമായതിനാൽ അടുക്കളയുടെ സ്ഥാനം ശരിയായില്ലെങ്കിൽ അത് സാമ്പത്തിക നിലയെയും ബാധിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ അടുക്കള തെക്കിഴക്ക് ധവവയെ ബഭയെ ഭാഗത്തായിരിക്കണം എന്ന് പറയപ്പെടുന്നു. കാരണം അത് അഗ്നിയുടെ ദിശയാണ്. ഈ ഭാഗത്ത് അടുക്കള ഉണ്ടെങ്കിൽ ഊർജം ശരിയായി പ്രവഹിക്കുകയും വീട്ടിൽ സമൃദ്ധിയും സ്ഥിരതയും നിലനിൽക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. കൂടാതെ പാചകം ചെയ്യുമ്പോൾ മുഖം കിഴക്കോട്ടാകുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം അടുക്കളയുടെ ശുചിത്വവും ക്രമീകരണവും അത്രയും പ്രധാനമാണ്. അഴുക്കും അലക്ഷ്യവും നിറഞ്ഞ അടുക്കള നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുകയും അത് മാനസിക സമ്മർദ്ദത്തിനും അനാവശ്യ ചെലവുകൾക്കും കാരണമാകാമെന്നും പറയുന്നു. പാത്രങ്ങൾ കഴുകാതെ കിടക്കുന്നത്, മാലിന്യം അടിഞ്ഞുകൂടുന്നത്, അഴുക്കായ സ്റ്റോവ് എന്നിവ എല്ലാം ഒഴിവാക്കണം. സ്റ്റോവും സിങ്കും തമ്മിൽ അകലം പാലിക്കുന്നതും നല്ലതാണ്. കാരണം അഗ്നിയും ജലവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്നാണ് വിശ്വാസം. അതിനാൽ അടുക്കള വൃത്തിയായി, പ്രകാശവും വായുസഞ്ചാരവും ഉറപ്പാക്കി ഉപയോഗിക്കാത്ത വസ്തുക്കൾ നീക്കം ചെയ്ത് സൂക്ഷിക്കുന്നത് ജീവിതത്തിൽ ക്രമവും സാമ്പത്തിക സ്ഥിരതയും കൊണ്ടുവരാൻ സഹായിക്കും. തെക്പടിഞ്ഞാറ് കോണം സ്ഥിരത. ഈ ഭാഗം സ്ഥിരതയും സുരക്ഷയും പ്രതിനിധീകരിക്കുന്നു. വീട്ടിലെ പ്രധാന ശയനമുറിയോ പ്രധാനപ്പെട്ട രേഖകളോ ഈ ഭാഗത്ത് സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് കരുതുന്നു. ഈ ഭാഗം ശൂന്യമായോ വളരെ ലഘുവായ രീതിയിലോ ഇരിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ സ്ഥിരത കുറയാൻ ഇടയാക്കുമെന്ന് പറയപ്പെടുന്നു. അതിനാൽ ഈ ഭാഗം ഉറപ്പുള്ളതും സമതുലിതവുമായ രീതിയിൽ ഉപയോഗിക്കുക പ്രധാനമാണ്. വീട്ടിന്റെ മധ്യഭാഗം കേന്ദ്ര ഊർജം. വീട്ടിന്റെ മധ്യഭാഗം ഊർജത്തിന്റെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ നിന്ന് വീട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഊർജം പകരപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഈ ഭാഗം നിറഞ്ഞുകവിഞ്ഞ വസ്തുക്കളാൽ അടച്ചുപൂട്ടുകയോ ഭാരമുള്ള സാധനങ്ങൾ വയ്ക്കുകയോ ചെയ്താൽ ഊർജത്തിന്റെ സ്വാഭാവിക പ്രവാഹം തടസ്സപ്പെടും. അതിനാൽ ഈ ഭാഗം തുറന്നതും വൃത്തിയുള്ളതുമായ നിലയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പൂജാമുറി. പൂജാമുറി എന്നത് ഒരു ആത്മീയ ഇടം മാത്രമല്ല, മനസ്സിന് ശാന്തത നൽകുന്ന ഒരു പ്രത്യേക സ്ഥലം കൂടിയാണ്. വാസ്തുപ്രകാരം ഇത് വടക്കിഴക്ക് ഭാഗത്ത് ക്രമീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വലിയതും അലങ്കാരപരവുമായിരിക്കേണ്ടതില്ല, പകരം ലളിതവും ശുചിയുമായിരിക്കുകയാണ് പ്രാധാന്യം. പൂജാമുറി പൂർണ്ണമായി അടച്ചിടാതെ പ്രകാശവും വായുവും ലഭിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ദർശനം ലഭിക്കുന്നതും അനുകൂലമായി കരുതപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഒരു സ്ഥലം മനസ്സിന് സമാധാനം നൽകുകയും അത് വ്യക്തിയുടെ ചിന്താഗതിയിലും സാമ്പത്തിക നിയന്ത്രണത്തിലും നല്ല മാറ്റം വരുത്തുകയും ചെയ്യും. വെള്ളം ചോരുന്ന ടാപ്പുകൾ ചെറുതായൊരു പ്രശ്നമായി തോന്നാമെങ്കിലും വാസ്തുശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിരന്തരം വെള്ളം ചോരുന്നത് സമ്പത്ത് നഷ്ടപ്പെടുന്നതിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതായത് വീട്ടിൽ പണം എത്തുന്നുണ്ടെങ്കിലും അത് നിലനിൽക്കാതെ പോകുന്നതിന് ഇത്തരം ചെറിയ കാര്യങ്ങളും കാരണമാകാമെന്നാണ് വിശ്വാസം. ടാപ്പുകൾ നിന്ന് തുള്ളി തുള്ളിയായി വെള്ളം വീഴുന്നത് പോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ശേഷിയും കുറുകെ നഷ്ടപ്പെടുന്നു എന്ന ആശയം ഇതിനു പിന്നിലുണ്ട്. അതേസമയം പ്രായോഗികമായ രീതിയിലും ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചോരുന്ന ടാപ്പുകൾ വെള്ളത്തിന്റെ പാഴ്ചയലിന് കാരണമാകുകയും അതിലൂടെ വെള്ളബിൽ കൂടുകയും ചെയ്യും. കൂടാതെ ഇത്തരം പ്രശ്നങ്ങൾ വീട്ടിൽ അലക്ഷ്യവും നെഗറ്റീവ് അന്തരീക്ഷവും സൃഷ്ടിക്കാൻ ഇടയാക്കും. അതിനാൽ ടാപ്പുകൾ ചോരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അത് പരിഹരിക്കുന്നത് നല്ലതാണ്. ചെറിയ ഒരു അറ്റകുറ്റപ്പണി പോലും ചിലപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കാം. കൂടാതെ വീട്ടിൽ ക്രമവും പോസിറ്റീവ് ഊർജവും നിലനിർത്താനും ഇത് സഹായിക്കും. 2 നില വീടുകളുടെ ക്രമീകരണം.
രണ്ടുനില വീടുകളിൽ താഴത്തെ നിലയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് സാധാരണമാണ്, എന്നാൽ മുകളിലെ നിലയിലും ക്രമീകരണം അത്രയും പ്രധാനമാണ്. വടക്ക്, കിഴക്ക് ഭാഗങ്ങൾ തുറന്നിടമായി വെക്കുന്നത് നല്ലതാണ്, ഉദാഹരണത്തിന് ബാൽക്കണി അല്ലെങ്കിൽ ടെറസ്. ഇത് പ്രകാശവും ശുദ്ധവായുവും ലഭിക്കാൻ സഹായിക്കും. അതേസമയം തെക്ക്, പടിഞ്ഞാറ് ഭാഗങ്ങൾ കൂടുതൽ അടച്ചതായിരിക്കണം. ഈ രീതിയിലുള്ള ക്രമീകരണം വീടിന്റെ താപനില നിയന്ത്രിക്കാനും താമസിക്കുന്നവർക്കുള്ള സൗകര്യം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇത്തരത്തിലുള്ള സൗകര്യപ്രദമായ അന്തരീക്ഷം ജീവിതത്തിന്റെ ഗുണമേന്മ ഉയർത്തുകയും അത് വ്യക്തിയുടെ സാമ്പത്തിക ശീലങ്ങളെയും അനുകൂലമായി സ്വാധീനിക്കുകയും ചെയ്യുന്നു. സാധാരണയായി സംഭവിക്കുന്ന പിഴവുകൾ വീട്ടിൽ തകർന്ന ഘടികാരങ്ങൾ, കേടായ ഉപകരണങ്ങൾ, ചോർന്നുകൊണ്ടിരിക്കുന്ന കിണറുകൾ എന്നിവ സൂക്ഷിക്കുന്നത് പലരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. കൂടാതെ അനാവശ്യ വസ്തുക്കൾ നിറഞ്ഞുകിടക്കുന്നതും ഇരുണ്ട കോണുകൾ ഉണ്ടാകുന്നതും നല്ലതല്ല. ഇത്തരം കാര്യങ്ങൾ അന്തരീക്ഷത്തെ മാത്രമല്ല മനസ്സിനെയും ബാധിക്കാം. അക്രമമായ സ്ഥലം പലപ്പോഴും അക്രമമായ തീരുമാനങ്ങളിലേക്ക് നയിക്കാം. പ്രായോഗിക നിർദ്ദേശങ്ങൾ: വീട്ടിൽ സംയോജിതമായി ശുചീകരണം നടത്തുകയും ഉപയോഗമില്ലാത്ത വസ്തുക്കൾ നീക്കുകയും ചെയ്യുക. പ്രകൃതിദത്തമായ വെളിച്ചം കൂടുതൽ ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുക. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തി സൂക്ഷിക്കുക. ചെലവുകൾ നിയന്ത്രിച്ച് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ ശീലമാക്കുക. ചെറുതായി ചെടികൾ വളർത്തുന്നത് പോലും മനസ്സിനും വീട്ടിനും പുതുമ നൽകും. ഇതെല്ലാം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകുന്നു: വീട്ടിന്റെ ക്രമീകരണം ജീവിതത്തെ ചില രീതിയിൽ സ്വാധീനിക്കാം. എന്നാൽ പണം നിലനിർത്തുന്നത് വാസ്തുവിൽ മാത്രം ആശ്രയിച്ചുള്ള കാര്യമല്ല. വ്യക്തിയുടെ സാമ്പത്തിക നിയന്ത്രണം, ചെലവുകളിലെ ജാഗ്രത, സമ്പാദ്യശീലം എന്നിവയും അത്രത്തോളം പ്രധാനമാണ്. വാസ്തുവിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുന്നതോടൊപ്പം സാമ്പത്തിക ശാസ്ത്രവും പാലിച്ചാൽ മാത്രമേ യഥാർത്ഥ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സാധിക്കൂ. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ധനവരവിനേക്കാൾ ചെലവ് വരുന്നതും അതിനുള്ള പരിഹാരവും ആണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ: നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ, അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.